അപ്പൊ ഇതൊക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ. പിന്നെ ചൊറിയന്മാരെ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ലടാ. പൊക്കിള് കാണുന്നു, അല്ല ചേച്ചിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു പറയണെങ്കിൽ വീട്ടിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അമ്മയ്ക്ക് ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ കുട്ടികളെ, ഞാൻ ഇന്നൊരു സാരിയെ പാവാടയുടെ നിറം കണ്ട് നിങ്ങൾ നെട്ടിട്ട് ഇതിന്റെ പാവാട കാണാനില്ലടാ. അപ്പൊ ഇത് ഞാൻ പുറത്തേക്കൊന്നും പോവല്ല, നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഇത് ഉടുത്ത് കാണിക്കണേ. ഞാൻ ഇതിനു മുമ്പ് സാരി ട്രാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ 2-3 കമന്റ് വന്നു, ചേച്ചി ഞാൻ എങ്ങനെ സാരി വാങ്ങാൻ, എനിക്ക് കൊടുക്കാൻ അറിയില്ല. മേലിൽ ഇനി ഇത് പറയരുത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ടിപ്പ് ഞാൻ കാണിച്ചു തരാം. കുറച്ചൊന്ന് അടുത്ത് വരണം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇൻഷേപ്പ് ഇട്ടിട്ടുണ്ട് കാരണം എനിക്ക് വയറിന്റെ ഭാഗം കുറച്ച് കാണിക്കേണ്ടതും കുറെ ചൊറിയന്മാർ ഇവിടെ വന്നിട്ട് പൊക്കിള് കാണാത്തവന്മാരെ പോലെ സംസാരിക്കുന്നതുകൊണ്ടാണ്. ആദ്യത്തെ ടിപ്പ്, ഞാനിപ്പോൾ സാധാരണ പാവാട എടുത്തിരിക്കണം, സാധാരണ കോട്ടൺ പാവാട. എൻ്റെ പൊക്കിള് വരുന്ന ഇവിടെയാണ്, തൊട്ട് താഴെയാണ് ഞാൻ സാരിക്ക് എപ്പോഴും എടുക്കാറുള്ളത്. അതാണ് എപ്പോഴും നല്ല ഷേപ്പായിട്ട് വരാനുള്ള ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇവിടെ പൊക്കിളാണെങ്കിൽ തൊട്ട് താഴെ, 1 ഇഞ്ച് തൊട്ട് താഴെ. പക്ഷെ ഈ പാവാട എല്ലാവരും സൈഡിലാണ് വള്ളി കെട്ടുന്നത്, സെന്ററിൽ കെട്ടണം. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ ചെരുപ്പ് പോയി ഇടണം. ഏത് ചെരുപ്പാണോ നിങ്ങൾ എടുക്കണത് ആ ചെരുപ്പ് ആദ്യം തന്നെ പോയി ഇടണം. അത് ആദ്യത്തെ ടിപ്പ്. എല്ലാവരും ഇടാറുണ്ട്. പിന്നെ ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി എടുക്കാം. സാരി കുത്തണ വശം അറിയാലോ. നമുക്ക് കുത്തണ വശമൊക്കെ ഒരു പിടുത്തം കിട്ടില്ല എന്നുണ്ടെങ്കിൽ സാരി ഫോള് ചെയ്യുക. ഇപ്പൊ സാരി ഫോള് താഴെ വരുന്നതാണ് കുത്തണ വശം. അങ്ങനെയൊക്കെ ഇടാം കേട്ടോ. പണ്ടത്തെ അമ്മമാര് ചെയ്യുന്നൊരു പാറ്റേൺ ഉണ്ട്, അത് തന്നെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന നല്ലതാണ്. ഇതാണ് നമ്മുടെ സാരിത്തുമ്പ് വരുന്നത്, അതായത് കുത്തണ വശം വരുന്നത്. ഇവിടെ ഒരു കെട്ടിട്ടേക്കാം. ഈ കെട്ടിടുമ്പോൾ അവിടെ ഒത്തിരി ഉറപ്പായിട്ട് ഇവിടെ നിൽക്കും. ഈ വള്ളി ഞാൻ മനഃപൂർവ്വം കാണിച്ചേക്കണേ, ഇത് എന്തിനാണ് ഞാൻ സെന്ററിൽ കുത്തിയെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ ചെയ്യേണ്ട എന്താണ്, കാല്. ഇത് കണ്ടോ, കാല് ഇത്രയും ഞാൻ അകത്തിയുണ്ട്. ഇത്രയൊന്നും അകത്തണ്ട, ഇത്രയും. നമ്മൾ ഇത്രയും കാല് വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ, ഇത്രയൊക്കെയല്ലേ നടക്കത്തുള്ളൂ. ഓടിയാലും ഇത്രയും കാലകത്തത്തുള്ളൂ. കാലകത്തി വെക്കണം. കാലിനി അടുപ്പിക്കണത് ഞാൻ പറഞ്ഞിട്ട് അടുപ്പിച്ചാൽ മതി. എവിടെ നിന്നാണ് സാരി കുത്തന് തുടങ്ങുന്നത്? ഇവിടെ നിന്ന് റൈറ്റ് സൈഡിൽ ചോറിന്നണ കൈ, റൈറ്റ് സൈഡ്. റൈറ്റും ലെഫ്റ്റും അറിയാത്തൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ചോറിന്നണ കൈ റൈറ്റ്. കണ്ടല്ലോ, കാലകത്തി വെച്ചിരിക്കുന്നു. ഫാനൊക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഫാനൊന്നും നമ്മുടെ കൺട്രോളിൽ ഈ സാരി കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഒട്ടും നമുക്കിങ്ങനെ കിട്ടാത്തൊരു സാരിയാണ് ഞാൻ എടുത്തേക്കണേ കേട്ടോ. ഇവിടെ കെട്ടുകുത്തി, കാലകത്തി. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫ്രണ്ടില് ആദ്യമായിട്ട് ഒരാളുടെ സഹായം ഉപയോഗിക്കാതെ ആരെങ്കിലും ചെയ്യുന്ന സാരി ഉടുക്കണ്ടെങ്കിൽ ഫ്രണ്ടില് നമ്മുടെ കാല് വരെ കാണാൻ പറ്റുന്ന അലമാരിയുടെയൊക്കെ ഫ്രണ്ടില്ലേ, അവിടുത്തെ കണ്ണാടി പോയി ഇരിക്കുക. എന്നിട്ട് നേരെ ഇങ്ങനെ നോക്കുക. എന്നിട്ട് ലെങ്ത്ത് സാരി നമ്മളെ പാദത്തിന് തൊട്ട് താഴെ, ഒരുപാട് നിലത്തുമല്ല, കറക്റ്റായിട്ട് തൊട്ട് നിൽക്കുന്ന അളവിൽ പിടിക്കുക. നമുക്കിപ്പോൾ ഇങ്ങനെ കുനിയാതെ ഇതിങ്ങനെ ഒന്ന് കുനിഞ്ഞു നോക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എവിടെ കുത്തണം? ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ ഈ ലെങ്ത്ത് കറക്റ്റ് ചെയ്തിട്ട് ഇത് കുത്തുക. കുത്തി, കണ്ടോ, ഇവിടെയും കുത്തുക. കുത്തിയല്ലോ. ബാക്കി വരുന്നത് ഇതിങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഇറക്കുക. കണ്ടോ, ഞാൻ ഫ്രണ്ടിൽ മാത്രമേ കുത്തിയിട്ടുള്ളൂ. പൊക്കിള് തൊട്ട് താഴെ കാലകത്തിയിട്ടുണ്ട്, തിരിഞ്ഞിട്ടില്ല. ഇനി എന്ത് ചെയ്യണം, ബാക്കി കിട്ടുന്നുണ്ടല്ലോ, തിരിഞ്ഞ് ഒരു റൗണ്ട്, അതായത് ഇവിടെ കുത്തിയിട്ടുണ്ട്, ഒരു റൗണ്ട് കാലകത്തി തന്നെ വെക്കണം. ഇവിടെ കുത്തുക. കുത്തിയല്ലോ. ബാക്കിൽ അപ്പം ഇങ്ങനെ കറങ്ങി വന്നിട്ടുള്ളൂ. അതെല്ലാം കുത്തി ഇങ്ങനെ ഇറക്കണം. എങ്ങനെ ഇറക്കണം? ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട്, ഒരാളുടെ സഹായം വേണ്ട, നന്നായിട്ട് ഇറക്കണം. കണ്ടോ, ഞാൻ ഇൻഷേപ്പൊക്കെ മാറ്റി കാണിച്ചു തരാം എങ്ങനെ ഭംഗിയായിട്ട് വരുന്നുള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് ലോ വേസ്റ്റ് തന്നെ കുറേ കഥകൾ പറയാനുള്ളതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്. കാലിപ്പോഴും ഞാൻ അടുപ്പിച്ചിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇത്രയും ഒരു റൗണ്ട് മനസ്സിലായല്ലോ. ഇനി ബാക്കി ചെയ്യേണ്ടത് ഈ സാരിയുടെ അറ്റത്തേക്ക് എത്തുക കേട്ടോ. ഈ സാരി ഞാൻ തന്നെ ഡിസൈൻ ചെയ്താണ് കേട്ടോ, പ്ലെയിൻ സാരി. ഡിസൈൻ ഒന്നുമില്ലട, മുന്താണിയിൽ ഇങ്ങനെയൊക്കെ പിടിപ്പിച്ചതേ. ഇങ്ങനെ എടുക്കുക അറ്റം. കണ്ടോ, ഞാൻ പിൻ ചെയ്യണ കഥകളൊന്നുമല്ല കാണിക്കുന്നത്, ചുമ്മാ നമ്മൾ ഇടുന്ന സാധനമാണ്. അല്ല, നിങ്ങൾക്ക് പിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കാം. ഈ സമയത്ത് ഇപ്പം എടുക്കുന്നില്ലേ, ഈ സമയത്ത് നമുക്കിത് ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കാനുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ അറിയാൻ പറ്റുന്ന രീതിയിൽ പ്ലീറ്റ്സ് എടുക്കുക. ഈ സാധനം പിടിച്ചല്ലോ, ഇങ്ങനെ കറക്കി, ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ പിടിച്ചത്, കറക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. എവിടെ കൊണ്ടുവന്ന് വെക്കുക? നമ്മളിപ്പോൾ പിൻ ചെയ്ത പ്ലീറ്റ്സ് ആണെങ്കിൽ മുട്ടിൻ്റെ അളവിന് തൊട്ട് താഴെ വന്നാൽ അതാണ് ഭംഗി. അല്ല, നമ്മളിങ്ങനെ വൺ സൈഡ് ഇടുകയാണെങ്കിൽ കറക്റ്റ് മുട്ടിൻ്റെ ലെങ്ത്ത് അവിടെ ഇട്ടാൽ മതി. എന്നാലേ ഈ കോർണർ കിട്ടത്തുള്ളൂ. ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, അത് അവിടെ കിടന്നോട്ടെ. എന്നിട്ട് എന്ത് ചെയ്യണം,
നമ്മൾ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ടല്ലോ, ഇത് ഇവിടെ കുത്തി ആദ്യത്തെ ലൈൻ വെച്ചിട്ടുണ്ട്, അതിനെ പിടിക്കുക നേരെ, കണ്ടോ? ഇതിനെ ഇങ്ങനെ എടുക്കുക, കണ്ടോ? ഫ്രണ്ടിലേക്ക് എടുത്താൽ മതി. അല്ലാതെ ഇവിടത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. മുകളിലോട്ട് വെച്ചിരിക്കുകയാണ്, ഇത്രയും ഫ്രണ്ടിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും 6 മീറ്റർ സാരി വേണം കേട്ടോ. ഞാൻ 5.5 മീറ്റർ സാരി ആണെങ്കിലും ഞാനത് പിടിച്ചു വെക്കും. കണ്ടല്ലോ, അതേ ഞാൻ റൗണ്ട് ചെയ്ത് കുത്തി വെച്ച സ്ഥലത്തു നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് നേരെ തന്നെ. ഇനി ഇവിടെയാണ് നമുക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന ചടങ്ങുള്ളത്. കേട്ടല്ലോ, ഇവിടെ നിന്ന് ഞാൻ അനക്കിയിട്ടില്ല. ഈ ലെങ്ത് കറക്റ്റ് തന്നെ അവിടെ കിടക്കുവാണ്. നമുക്ക് ചിലവർക്ക് റൈറ്റിലായിരിക്കും, ചിലവർക്ക് ലെഫ്റ്റിലായിരിക്കും. ഞാൻ ലെഫ്റ്റിൽ നിന്നാണ് എപ്പോഴും എടുക്കുന്നത്. ദേ ഇങ്ങനെ, കേട്ടല്ലോ, ദേ ഒരു ചൂണ്ടുവിരൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. ഓരോ വിരൽ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നാൽ മതി. കണ്ടല്ലോ, ദേ ഇങ്ങനെ ഇങ്ങനെ പ്ലീറ്റ്സ് മാക്സിമം എടുക്കുക. എനിക്ക് കുറേ പ്ലീറ്റ്സ് വേണം, അതുകൊണ്ടാണ് ഞാൻ ഈ 6 മീറ്റർ. കണ്ടല്ലോ, ഇത്രയും ടൈറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അതെ ഇത്രയും. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യണം, ഒരെണ്ണം അങ്ങ് വിടുക. വിട്ടല്ലോ, വിട്ടിട്ട് ഈ അളവ് നോക്കാൻ ഞാൻ കാണിച്ചു തരാം. അതെ ഇങ്ങനെ ഞാൻ കുറച്ച് താഴേക്ക് ആക്കി തരാം. കണ്ടോ, ഇങ്ങനെ നീട്ടുമ്പോ ഇത്രയും വേണം തുണി. ഇങ്ങനെ കണ്ടോ, കണ്ടല്ലോ. ഇനി നിങ്ങൾ തുടക്കക്കാർ ചെയ്യുമ്പോൾ ഈ പ്ലീറ്റ്സ് പതുക്കെ പതുക്കെ ഓരോന്ന് ആക്കിയിട്ട്, തുടക്കക്കാർക്കാണ് കേട്ടോ, ഞങ്ങൾ സാരി കൊടുത്ത് എക്സ്പീരിയൻസ് ആവണവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ഇവിടെ കൊണ്ടുവന്ന് ചുമ്മാ ഒരു പിന്നെ ഏതെങ്കിലും ഷേപ്പിൽ കുത്തി വെക്കുക. കേട്ടല്ലോ, ഇതപ്പോൾ പിന്നെ എടുക്കണ്ട, ഇതങ്ങോട്ട് വിട്ടേക്കുക. ഇതിന് ഞാൻ താഴേക്ക് വിടുകയാണ്. എന്നിട്ട് ഈ ബാക്കിയുള്ള ഈ സാധനം ഉണ്ടല്ലോ, സാധാരണ അമ്മമാരിങ്ങനെ എടുത്ത് കുത്താൻ പറ്റും. അപ്പോൾ പിള്ളേർ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്, ഈ സാരി ആദ്യമായിട്ട് കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുവരിക. എവിടെ നിന്ന് ഇങ്ങനെ ഒന്നും കൊണ്ടുപോകരുത്, കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ദേ ഇവിടെ പൊക്കിളാണ്, കണ്ടല്ലോ, കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഈ പൊക്കിളുടെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നല്ല ബലത്തിൽ ഞാൻ ഈ പാൻറ്റീസ്, അതായത് അണ്ടർവെയർ ചേർത്ത് കുത്തും. ഈ യൂറിൻ പാസ് ചെയ്യണ പരിപാടിയൊന്നും ഞാൻ സാരി ഉടുക്കുമ്പോൾ ഒട്ടും ചെയ്യില്ല. അല്ല, സാരി എനിക്ക് അഴിച്ചുടുക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ. പിടിച്ചിരിക്കുന്നത് ശരിയൊന്നുമല്ല കേട്ടോ, അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. അതെ ഇവിടെയാണ് ഞാൻ പിന്നു കുത്തിയത്, കാണിച്ചു തരാം. കണ്ടോ, ദേ ഇവിടെ ഇങ്ങനെ പിന്നു കുത്തി വെച്ചിരിക്കുവാണ് ഞാൻ. കണ്ടല്ലോ. ഇനി അടുത്തത് ചെയ്യേണ്ടത്, ദേ നമ്മളിവിടെ പ്ലീറ്റ്സ് വിട്ടിട്ടുണ്ട്. ദേ പിന്നു കുത്തി ഇവിടെ ഇട്ടിരിക്കുവാണ്. കണ്ടല്ലോ, പിന്നു കുത്തി ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം ആ പിന്നെ അഴിക്കണം എന്നൊന്നുമില്ല. ആ പിന്നേപ്പടി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കുത്താം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അഴിച്ച് ചെയ്യുമ്പോൾ ഇതെങ്ങാനും താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആദ്യം മുതൽ എടുക്കണ്ടോ. ഞാൻ ഈ പിന്നെ അഴിച്ചു എന്നുള്ളൂ, നിങ്ങൾ അഴിക്കണ്ട കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് എവിടെ കണ്ണാടിയിൽ ലെങ്ത് നോക്കണം. അപ്പോഴും കാല് ഈ സമയത്ത് ഉറപ്പായിട്ട് കാല് നന്നായിട്ട് അകത്തി വെക്കുക. കേട്ടല്ലോ, ഈ പ്ലീറ്റ്സ് കറക്റ്റ് നിലത്ത് മുട്ടുക. നിലത്ത് മുട്ടി തളർന്നു ഒടിഞ്ഞ് കിടക്കരുത്, കറക്റ്റ് നിലത്ത് മുട്ടുക. പൊക്കിള് നിങ്ങൾക്ക് ഭയങ്കര സെക്സി ആയിട്ട് സാരി ഉടുക്കണം എന്നുണ്ടെങ്കിൽ പൊക്കിളിൽ ഇപ്പുറത്തേക്ക്, കുറച്ച് വയറൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ പൊക്കിളിൽ ഇപ്പുറത്തേക്ക് കുത്തുക. അല്ല, അപ്പുറത്തേക്ക് കുത്തിയാൽ ശരിക്ക് കവർ ചെയ്ത് നിൽക്കും ഈ ഒരു പ്ലീറ്റ്സ് ശരിക്കും. അതായത് ഇവിടെ നിന്ന് വരുന്ന ഈ ഷേപ്പ് ശരിക്ക് വയറ് കവർ ചെയ്ത് പോകും. അല്ല, ഞാനൊരു അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലാത്ത രീതിയിലാണ് കുത്തുന്നത് കേട്ടോ. പൊക്കിളിന് തൊട്ട് നേരെ തന്നെ താഴെ ഈ ലെങ്ത് ഒക്കെ നോക്കി ഞാൻ കാലകത്തി വെച്ചിട്ട് നേരെ ഇത് ഇറക്കുക. എവിടെ കറക്റ്റ് ലെങ്ത് നോക്കിയിട്ട് ഇതങ്ങ് ഇറക്കുക. കണ്ടോ, ഉണ്ടല്ലോ, ഇറക്കി. ഇനി എന്ത് ചെയ്യണം, ഇവിടെ പിന്നു കുത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നു കുത്തി അവിടെ വെച്ച സ്ഥലത്തുനിന്ന് ഒരു തുമ്പ് നമുക്ക് കിട്ടും കേട്ടോ. ഇവിടെ നിന്ന് നമ്മളിവിടെ പിന്നു കുത്തി വെച്ച സ്ഥലത്തുനിന്ന് ഒരു തുമ്പ് കിട്ടും. ആ തുമ്പിനെ ജസ്റ്റ് ഇതിൽ കൂടി വലിച്ച് ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് കുത്തി വെക്കണം. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുത്തൽ. ഇപ്പോഴും ഷേപ്പ് ഒന്നും ആയിട്ടില്ല, ആക്കുന്നത് എപ്പോഴാണ്. ഇനി എന്ത് ചെയ്യണം, ഈ സാധനം നിലത്തേക്ക് അങ്ങോട്ട് ഇടുക. ഇട്ടിട്ട് ദേ ഇവിടെ ഇങ്ങനെ ചുരുങ്ങി കിടക്കുന്നുണ്ട്. ഒന്നുകിൽ ഇത് കൊണ്ടുവന്ന് ഇവിടെ വെക്കാം, ഇവിടെ കുത്താം. ഇല്ലെങ്കിൽ ഞാൻ മുമ്പ് ഒരു സാരി ഡ്രാപ്പിങ്ങിന്റെ ടിപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്തേക്ക് പോകുന്നത്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ആ ഒരു പഴയ ടൈപ്പ് സാരി ഡ്രാപ്പിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. ഇതിനെ കറക്റ്റ് ചെയ്ത് വലിച്ച് ടൈറ്റ് ചെയ്യാം. ഇങ്ങനെ വരുമ്പോഴേക്കും ഫുള്ള് വലിച്ചെടുക്കരുത്. ഇവിടെ നേരെ ആയി കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ അങ്ങ് കുത്തി വെക്കുക. ശരിക്കും കുത്തി വെച്ചോട്ടെ, ഇത് കുത്തി വെക്കുക. ബാക്കി എന്താ, അപ്പം മൊത്തത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു.
ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാനുള്ളത് കേട്ടല്ലോ. ഇനി ഇപ്പുറത്തേക്കേ ഉള്ളൂ. ഇനി ഇവിടെ പരിപാടികളൊന്നുമില്ല. ഇനിയുള്ള പരിപാടിയാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു ടിപ്പാണ്. ദേ ഇവിടെ ഈ പ്ലീറ്റ്സ് എല്ലാം കൂടി സാധാരണ എല്ലാവരും ദേ ഇങ്ങനെ എല്ലാം കൂടി കൂട്ടി പുറമേ, അതുകൊണ്ട് യാതൊരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പുതിയ തുടക്കക്കാരുണ്ടെങ്കിൽ ഈ പിന്ന് നിർബന്ധമായിട്ട് വലിയ പിന്നായിരിക്കണം. നമ്മളെ പാൻറ്റീസിൻ്റെ അവിടം വരെ എത്തണം. കാരണം നിങ്ങൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഈ ഒരു പിന്നൊന്ന് ഊരിയിട്ട് പോകാം, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അകത്തെ പിന്ന് ഒന്ന് ശ്രദ്ധിച്ച് കുത്തിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിങ്ങനെ വെച്ച് പതിച്ചിട്ട്, അതായത് പാൻറ്റീസ് ഒരു ചെറിയ കുത്തൊക്കെ കിട്ടും, പതിച്ച് കുത്തണം. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചവിട്ടി തുള്ളി ചാടി ഓടി പോയാലും എന്തേ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ പതിച്ചവിടെ കുത്തിയേക്കണം. ഈ പിന്ന് കാണൂലേ ചേച്ചി, നമ്മൾ സാരിയൊക്കെ മാറി, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പ്ലീറ്റ്സ് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുത്തിയത്. അപ്പോൾ ആ പ്ലീറ്റ്സ് കവർ ആയിട്ട് ഇടുന്നുള്ളൂ. പക്ഷെ ഞാനത് കാണാതെ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കുത്തണത്. എന്നിട്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നേ? സാധാരണ സാരിയൊക്കെ കുത്തണ പോലെ തന്നെ ഇവിടെ കുത്തണം. ഞാൻ ജസ്റ്റ് ഇൻ ഷേപ്പ് ഒന്ന് മാറ്റട്ടെ. ഇതേ ഇപ്പം ഇൻ ഷേപ്പൊക്കെ മാറ്റി കറക്റ്റ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് കറക്റ്റ് വലിച്ച് നമുക്ക് കുത്താൻ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ കുത്തുക. പിന്നെ ഇത് ഇങ്ങോട്ട് ഈ ഒരുപാട് ഇങ്ങനെ കയറ്റിയൊക്കെ വെച്ച് കുത്തരുത് കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ ഈ ബ്രസ്റ്റിൻ്റെ ഇവിടെ നിന്ന് കണ്ടോ ഇങ്ങനെ കറക്റ്റ് കവർ ചെയ്ത് തന്നെ. ചിലവരിപ്പോൾ ഒരെണ്ണം ഇങ്ങനെ പുറത്തൊക്കെ ഇട്ട് ചെയ്യണവരുണ്ട്. പക്ഷെ ഞാൻ സാധാരണ ഒരു സാരി ഉടുക്കലാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് നമുക്കിവിടെ ഒരു പിന്നു കുത്താം. ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മൾ ആങ്ങളമാരുടെ അമ്മമാരുടെ കെട്ടിയന്മാരുടെ ഒരു സഹായമൊക്കെ ആവശ്യപ്പെടാം. ഇപ്പം ആ സഹായം ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ജസ്റ്റ് കുത്തി കാണിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഈ സാരി ദേ ഈ ബാക്കിൽ ഇവിടെ കൊണ്ടുവന്ന് കുത്താനേ ഞാൻ പറയത്തുള്ളൂ. ദേ ഇവിടെ ഇവിടെ ബാക്കിലേക്ക് കണ്ടോ. സാരി ഉടുക്കൽ കഴിഞ്ഞു. ദേ ഞാൻ ആ ഫ്ലീറ്റ്സ് ഈ ഒരു സാരിത്തുമ്പ് പറഞ്ഞില്ലേ, ആ സാരിത്തുമ്പ് മുട്ട് വരിട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ തുമ്പ് കിട്ടും കേട്ടാ. ഇതേ കണ്ട, ഈ കറക്റ്റ് ഈ തുമ്പ് കിട്ടും നമുക്ക്. നല്ല ഭംഗി, നടക്കാനും ബുദ്ധിമുട്ടില്ല. കണ്ടോ, തട്ടൂല. ഈ കാലകത്തി വെക്കണതിൻ്റെ ഗുണമാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും നടക്കാം. നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. പിന്നെ ചില ആൾക്കാർക്ക് ചേച്ചി സൈഡൊക്കെ ചിലപ്പോൾ ഇറങ്ങി പോകൂലേ, അപ്പോൾ എന്താ ചെയ്യുക? അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദേ ഇതിപ്പോൾ ദേ ബ്ലൗസ് ഇട്ട് ലൂസാണ്, ഇങ്ങനെ കൊണ്ടുപോയ ഒന്നും കുത്തരുത്. അപ്പോൾ ആ സാരിയുടെ ഷേപ്പ് അങ്ങ് പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നമ്മൾ ഇങ്ങനെ കറങ്ങി വന്ന സ്ഥലമുണ്ട്. ദേ ഇവിടെ ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ച് വന്ന അവിടെ എങ്ങനെയെങ്കിലും കൈ എത്തിച്ച് നമ്മളൊരു പിന്ന് വെക്കുക. അപ്പോൾ പിന്നെ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയൊന്നും പോകുന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. നല്ല ഭംഗിയായിട്ട് സാരി ഇവിടെ നല്ല ഷേപ്പായിട്ട് കിടക്കും. ഇത്രയും പിന്നുകളും മതി. പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് പല പല സ്ഥലത്തുകൾ പിന്നുകൾ കുത്തുണ്ട്. പിന്നെ ഈ സാധനം ഏത് സമയം ആട്ടണ്ടേന്ന് നോക്കി കറക്റ്റ് ഷേപ്പ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇനി നമുക്ക് പൊക്കാലേ, താഴേക്ക് ആവശ്യമില്ല. അതെ ഇങ്ങനെ കുത്തുമ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതെ ഇങ്ങനെ കറക്റ്റ് വെക്കുക. എന്നിട്ട് ഇവിടെ പുറത്തേക്കൊന്നും പിന്നെ കാണാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് പിന്നെ കുത്തുക കേട്ടോ. പിന്നെ ഇടുമ്പോൾ സാരി ഉടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇന്നർ വെയർ, പിന്നെ വണ്ണുള്ളവർ വണ്ണില്ലാത്ത രീതിയിൽ എങ്ങനെ സാരി ഉടുക്കും. ഇതിപ്പോൾ ഞാൻ നോർമൽ സാരിയുടെ ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. വണ്ണമില്ലാത്ത രീതിയിൽ എങ്ങനെ സാരി ഉടുക്കാം. അല്ലെങ്കിൽ വണ്ണം കുറവുള്ളവർ വണ്ണം തോന്നിപ്പിക്കുന്നത് അത് അവരവരുടെ കോൺഫിഡൻസ് ആണ്. എന്നാൽ പോലും എനിക്കറിയാവുന്ന കുറച്ച് ടിപ്പുകളുണ്ട്. അത് ഞാനിപ്പോൾ ഇത് നീണ്ടു പോണോണ്ടാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് തരാം കേട്ടോ. ചെയ്തു തരാമെന്ന് വെച്ചാൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതും എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് വണ്ണം കുറവ് തോന്നണം, എനിക്കൊരു ബംഗാൾ കോട്ട പോലത്തെ സാരിയൊക്കെ കൊടുക്കണം, പക്ഷെ വണ്ണമുണ്ട് ചേച്ചി, അപ്പോൾ എങ്ങനെ എന്നുള്ളതൊക്കെ കാണിച്ചു തരുന്ന ഒരു വീഡിയോ അടുത്ത പാർട്ടായിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ മുടിയൊക്കെ കഴിച്ചിട്ട് കണ്ടോ എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഈ സാരി ഒരു ബ്രിക്ക് ഓറഞ്ച് ആണ്. ഫോട്ടോയിൽ ഇപ്പം ഈ ക്യാമറയിൽ ഭയങ്കര ഓറഞ്ചായിട്ട് കാണുന്നുണ്ടാവും. ഈ ബ്രിക്ക് ഓറഞ്ചിന് ശരിക്കും നല്ലൊരു കോഫി ബ്രൗൺ ബ്ലൗസ് എടുക്കണം എന്നാണ്. പക്ഷെ ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കേട്ടോ. എന്നാലും ഇതും പോകോട്ടോ.
എങ്ങനെയുണ്ട്? പിന്നെ പിന്നെ പറയാൻ വന്നത് എന്തെന്നാണ്, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കും മുഖത്തൊരൊറ്റ ക്രീമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പ്രൈമറും മോയ്സ്ചറൈസറും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഇതേ ഭയങ്കര നാച്ചുറൽ ലുക്ക് തരും. ഒരുപാട് നമ്മുടെ കുത്തുംപാടൊക്കെ ഒന്നും കവർ ചെയ്ത് പുട്ടിയടിച്ചടിക്കില്ല. ഭയങ്കര നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ക്രീം ഉണ്ട്. അതും ഞാൻ ഇതിൽ ടാഗ് ചെയ്തേക്ക് ഈ വീഡിയോന്റെ അരികത്ത് കൂടി ഇങ്ങനെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് പോകണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്, ലിപ് പെൻസിലാണ്. ഞാനിത് ഒരുപാട് വട്ടം ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ട്രൈപോഡ്, നമുക്ക് അകലേന്ന് പോയിട്ട് വേണമെങ്കിൽ ഇതേ കണ്ട ബ്ലൂടൂത്ത് വഴി ഇത് ഓണാക്കാം. നമ്മൾ അകലെ പോയി നിന്നിട്ട് ഇത് ഓണാക്കിയ, അല്ലാതെ അവിടെ പോയി ഓൺ ചെയ്തിട്ട് ഓടി ഇങ്ങോട്ട് വരണ്ടേ. ഞാനിപ്പോൾ നടുതൽ വീടിനെ കർത്താവ് അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ ട്രൈപോഡും പിന്നെ ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമായിട്ട് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഉപയോഗിച്ചു പോകുന്ന നമ്മുടെ ഒരു മൈക്കും, അതായത് മോണിറ്റൈസേഷൻ കഴിഞ്ഞവരുണ്ടെങ്കിൽ ഈ മൈക്ക് മേടിച്ചു കേട്ടോ. മോണിറ്റൈസേഷൻ കഴിയുന്നതിന് മുമ്പ് ഇത്രയും പൈസ ഒന്നും ചിലവാക്കാൻ ഞാൻ പറയത്തില്ല. പിന്നെ റിംഗ് ലൈറ്റ് അല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ലൈറ്റാണ്, ഞാനൊരു സ്ക്വയർ പോലത്തെ ലൈറ്റ് ഉപയോഗിക്കണം. റിംഗ് ലൈറ്റ് ആകുമ്പോൾ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ റൗണ്ട് പോലെ കാണും. സ്ക്വയർ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാം ഉണ്ട്, ബ്രൈറ്റ് ഉണ്ട്, പിന്നെ ഒരു ഡിം കളർ ഉണ്ട്. നല്ല ഉപകാരമാണ്. റിമോട്ടൊക്കെ ഉണ്ട്. സ്ക്വയർ ആണ്, അത് മുകളിൽ ഇരിക്കണ കാണിക്കാൻ പറ്റില്ല. സ്ക്വയർ ആണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ വട്ടൊടിക്കില്ല, കറക്റ്റ് ആയിട്ട് ഒരു ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ്. അത് നല്ല യൂസ്ഫുൾ ആണ്. ഇതെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഈ പ്രൊഡക്റ്റിൽ ഇട്ടേക്കാം. നിങ്ങൾ ആവശ്യമുള്ളത് അത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ പോകും കേട്ടോ. എവിടെ നിന്നാണെന്നോ വാങ്ങിച്ചത്, അപ്പൊ അവിടെ നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ. പിന്നെ ചൊറിയന്മാരെ, നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ലടാ. പൊക്കിള് കാണുന്നു, അല്ല ചേച്ചിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു പറയണമെങ്കിൽ വീട്ടിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അമ്മയ്ക്ക് ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെ നോക്കിയിട്ട് ചെയ്യണം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. കൊള്ളാല്ലേ സാരി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പിന്നൊക്കെ ബാക്കി കുത്തണോട്ടോ, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ.